എല്ലാ വിഭാഗക്കാർക്കും മാതൃകയുണ്ട്. നിങ്ങൾ ദരിദ്രനാണോ? ശുഅബ് അബീ താലിബിൽ പട്ടിണി കിടന്ന റസൂലിൽ മാതൃകയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ധനികനാണോ എങ്കിൽ സമ്പത്ത് ഇഷ്ടം പോലെ വിതരണം ചെയ്ത കച്ചവടക്കാരനായ വ്യാപാരിയായ റസൂലിൽ മാതൃകയുണ്ട്. നിങ്ങൾ അധ്യാപകനാണോ? ലക്ഷക്കണക്കിന് വരുന്ന ശിഷ്യന്മാരായ സഹാബത്തിനെ പഠിപ്പിച്ച അധ്യാപകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥിയാണോ? ജിബ്രീൽ എന്ന മലക്കിന്റെ മുമ്പിൽ ക്ഷമയോടുകൂടി ഇരുന്നു കൊണ്ട് ജിബ്രീൽ ഓതിത്തരുന്ന ഖുർആൻ മുഴുവൻ കേട്ടുപഠിച്ച ആ അധ്യാപകന്റെ വിദ്യാർത്ഥിയിൽ മാതൃകയുണ്ട്. നിങ്ങൾ വ്യാപാരിയാണോ? വിശ്വസ്തനായ കച്ചവടക്കാരനിൽ മാതൃകയുണ്ട്. നിങ്ങൾ ഭർത്താവാണോ? ആയിഷയുടെ ഖദീജയുടെ ഭർത്താവിൽ മാതൃകയുണ്ട്. നിങ്ങൾ പിതാവാണോ? ഫാത്തിമ ബീവിയുടെ പിതാവിൽ മാതൃകയുണ്ട്. നിങ്ങൾ പിതാമഹനാണോ? ഹസൻ ഹുസൈനാരുടെ പിതാമഹനിൽ മാതൃകയുണ്ട്. നിങ്ങൾ അയൽവാസിയാണോ? അയൽക്കാരനായ പ്രവാചകനിൽ മാതൃകയുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണോ? മദീനയിൽ രാഷ്ട്രീയം നയിക്കുകയും മദീനയിൽ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്ത ഇസ്ലാമിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട്. നിങ്ങൾ സാമ്പത്തിക വിപ്ലവത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനാണോ? പട്ടിണി അകറ്റാൻ, സകാത്ത് നടപ്പിലാക്കാൻ, പലിശ നിരോധിക്കാൻ പ്രയത്നിച്ച പ്രവാചകനിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു സാമൂഹിക പ്രവർത്തകനാണോ? ജാതി നോക്കാതെ, തൊലിയുടെ നിറം നോക്കാതെ, മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാതെ മാനവ സമത്വത്തിന് വേണ്ടി, സാമൂഹിക ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവാചകനിൽ മാതൃകയുണ്ട്. ജയിച്ച പ്രവാചകനെ കാണണോ? ബദറിലേക്ക് നോക്കുക. തോറ്റ പ്രവാചകനെ കാണണോ? ഉഹദിലേക്ക് നോക്കുക. ഉഹദ് മാതൃകയാണ്, ബദറും മാതൃകയാണ്. ജയം മാത്രമല്ല മാതൃക, പരാജയവും മാതൃകയാണ്. യുദ്ധം ചെയ്യുന്ന പ്രവാചകനെ കാണണോ? ബദർ നോക്കണം, ഉഹദ് നോക്കണം, ഖന്തക്ക് നോക്കണം, ഹുനൈൻ നോക്കണം, തബൂക്കിന്റെ നേതൃത്വം, മൂത്തയുടെ നേതൃത്വം, ഫതഹ് മക്കയുടെ നേതൃത്വം, അതിനെയൊക്കെ കാണണം. ഒരു സമാധാന പ്രിയനെ കാണണോ? ആയിരക്കണക്കിന് വരുന്ന അനുയായികൾ വാളെടുത്തുകൊണ്ട്, ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോഴും യുദ്ധം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരാറിന്റെ പേപ്പർ കൊണ്ടുവാ, ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ ഉടമ്പടിയുടെ വക്താവായ സമാധാന പ്രേമിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. ഹുദൈബിയ സന്ധിയുടെ മുമ്പിൽ വെച്ചിട്ട് സഹാബത്ത് കരാറ് ചെയ്തു, റസൂലേ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പടവെട്ടാൻ തയ്യാറാണ്, മരിക്കുവോളം ഞങ്ങളുടെ ജീവൻ അങ്ങേക്കാണ് റസൂലേ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരാൻ തയ്യാറാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ തയ്യാറാണ്, യുദ്ധത്തിന് പോവുക റസൂലേ, യുദ്ധത്തിന് പോവുക റസൂലേ എന്ന് പിന്നാലെ നിന്നുകൊണ്ട് അനുയായികളായ പടയാളികളായ സഹാബികൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കടലാസ് കൊണ്ടുവരൂ, നമുക്ക് ശത്രുക്കളുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെക്കാം. അതാണ് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി ഒപ്പുവെച്ചത് സമാധാനത്തിന്റെ ആഫീസിലല്ല, യുദ്ധക്കളത്തിലാണ്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളാൻ പോണ സമയത്താണ് സന്ധി. ആ സന്ധി അല്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറിയാണ്, യുദ്ധമാണ്. അവിടെ സമാധാനപ്രിയനായ പ്രവാചകൻ, മറുഭാഗത്ത് നാം കാണുന്ന യുദ്ധത്തിന്റെ നായകനായ പ്രവാചകൻ. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം.